കുരിശിന്റെ വിരിമാറി ലുയരുന്നിതാ ക്രൂശിതരൂപന്റെ തിരുസന്ദേശം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. യെസ്, ഇന്നലത്തെ എൻ്റെ ബാലൻസ്. സ്നേഹമുള്ളവരെ, കർത്താവ് പറഞ്ഞു അല്ലേ, നീ ക്ഷമിക്കുമ്പോൾ, നീ രമ്യതപ്പെടുമ്പോൾ എനിക്ക് ഗ്രീൻ ചാനലിലൂടെ കടന്നു വന്ന് നിന്റെ മേൽ അത്ഭുതം നടത്താൻ പറ്റും. കർത്താവ് കുരിശുമേ കിടന്ന ആകാശത്തിന് ഭൂമിക്ക് വന്നേ 3 ആളുകളാൽ കീറി മുറിക്കപ്പെട്ട് കിടക്കുമ്പോഴും നമ്മളോട് ക്ഷമിച്ചു, നമുക്ക് വേണ്ടി സഹിച്ചു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികളെ, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളായിരിക്കുള്ളൂ ഈ ഭാരം വെച്ചും ക്ഷമിക്കാതെയും വെറുപ്പും വിദ്വേഷം വെച്ചും നടക്കുന്നത്. മറ്റുള്ളവരൊക്കെ രമ്യതപ്പെടും, പാവങ്ങളാണ്. എനിക്ക് എന്തൊരു ഇഷ്ടമെന്നറിയുമോ, മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന, ദൈവത്തെ അറിഞ്ഞ, ഈശോയെ അറിഞ്ഞ എത്രയോ ഹൈന്ദവ മക്കളെ എനിക്കറിയാം. നമ്മളെക്കാൾ എത്രയോ മുൻപിലാണ് മക്കളെ. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, നിങ്ങളെക്കാൾ മുമ്പ് വിജാതീയർ എൻ്റെ അരികിൽ വരും. യെസ് കർത്താവേ, അവിടുന്ന് തന്ന ആ സന്ദേശം ഞങ്ങളിൽ നടപ്പാക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവേ. വേദനയാൽ കഴിയുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഒന്ന് രക്ഷിക്കണേ കർത്താവേ. ഒരു കൈ സഹായം നൽകണമേ. ഒരു വിശുദ്ധ ജീവിതം കാഴ്ചവെക്കുവാൻ അനുഗ്രഹിക്കണമേ. മക്കളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുവിലാവിലേക്ക് കൊടുക്കുക, അവൻ്റെ മുറിവിൽ വയ്ക്കുക. കർത്താവേ, ഒരു കൈ സഹായം ഇവർക്ക് കൊടുക്കണമേ. ഒന്ന് തൊടണേ കർത്താവേ. ഈശോ സ്പർശിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ശാപപാപ ബന്ധനങ്ങൾ മാറ്റണമേ കർത്താവേ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും, ഇവരുടെ തടസ്സങ്ങൾ മാറ്റി ഇവരുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ കാണണമേ. ദൈവസ്നേഹത്തോടെ, വലിയ ബോധ്യത്തോടെ, വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.